Watch India's largest kids library only on Jio Hotstar. Download the app now. ഓ രക്ഷപ്പെട്ടു. വളരെ നന്നായി. ആ കുട്ടിക്കൊന്നും പറ്റിയില്ല. ഈ കുട്ടികൾ കാരണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചേനെ. താങ്ക് യു ശിവ. എനിക്കറിയില്ല എലികൾ പെട്ടെന്ന് എവിടെയാണ് സൈക്കിളിന്റെ മുന്നിലേക്ക് വന്നതെന്ന്. കാര്യം നടന്നോ? അതെ ബോസ്. ബോസ് പറഞ്ഞ പോലെ എല്ലാം എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്നത്തെ കൃഷി വളരെ നന്നായിരിക്കുന്നു. ബോസേ, ഒരുത്തൻ ഒരു കടയിൽ കയറി ഒരു സാധനം മാത്രം മോഷ്ടിക്കുന്നതിന് പകരം ഒന്നിച്ച് മോഷ്ടിച്ചാൽ എന്താ സംഭവിക്കുക? വേണ്ട, ഒരിക്കലും ആക്രാന്തം കാണിക്കരുത്. നമ്മള് കടയിൽ നിന്ന് ഒരു നെക്ലേസ് കാണാതായാൽ ആർക്കും നമ്മളോട് സംശയം തോന്നില്ല. ചില കടക്കാര് നെക്ലേസ് മോഷണം പോയെന്ന് അങ്ങ് സംശയിക്കും. മറ്റു ചില കടക്കാര് വിചാരിക്കും ജനത്തിരക്കിനിടയിൽ നെക്ലേസ് കാണാതെ പോയെന്ന്. മനസ്സിലായോ? ഇതൊക്കെ പ്ലാൻ ചെയ്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് ഒരിക്കലും ഒരു സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് കറിയിൽ ഉപ്പ് പാകത്തിനിട്ട് കഴിക്കുന്ന പോലെ വേണം പ്രവർത്തിക്കാൻ. ആർക്കൊരു ഉപ്പിട്ട് കഴിച്ചാൽ എന്താണ്ടോണെന്ന് നിനക്കറിയാലോ. ജ്വല്ലറി ഷോപ്പുകളിൽ എലികളെ കൊണ്ട് മഹാശല്യം. എല്ലാ ജ്വല്ലറി ഷോപ്പുകളിലും എലികൾ കയറി ആക്രമിക്കുന്നു. എലികൾ വന്ന സമയത്ത് സ്വർണ്ണക്കടകളിലെ ആഭരണങ്ങളെല്ലാം കളവ് പോയിരിക്കുന്നെന്ന് കംപ്ലൈന്റ് വന്നിരിക്കുന്നു. എലികൾ വരുന്ന സമയത്ത് ആഭരണങ്ങൾ എങ്ങനെയാണ് കാണാതാവുന്നത്? പോലീസ് സ്റ്റേഷനിൽ കളവ് പോയതിന്റെ കംപ്ലൈന്റ് പല പല സ്വർണ്ണക്കടകളിൽ നിന്നുമാണ് വരുന്നത്. അതിശയം തന്നെ. ആരോ കരുതി കൂട്ടിയാണ് ഈ മോഷണം നടത്തുന്നതെന്നാണ് ഊഹം. ഇനിയിപ്പോ ആ ലഡു സിംഗ് ഇങ്ങോട്ട് എഴുന്നള്ളും ശിവയെ വിളിക്കാനായിട്ട്. ഇന്ന് ശരിയാക്കി കൊടുക്കും ഞാൻ. എന്തായാലും എന്റെ അടുത്ത് കളി പഠിക്കില്ല. എന്തിനാ ഈ പാതിരാത്രിക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? പകല് നമുക്ക് വരാൻ പറ്റില്ലല്ലോ. ആ മുത്തശ്ശി നമ്മളോട് വഴക്ക് പറയില്ലേ? അതുകൊണ്ടാണ് രാത്രി വരുന്നത്. കടിക്കില്ല. എന്റെ നാക്ക് അല്ലല്ല, എന്റെ കണ്ണ് അല്ല, എന്റെ മുഖം. അയ്യോ ലഡു സിംഗ് സാറേ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ശിവാ, എന്ന് വലിയൊരു പെരിച്ചാഴിയാ നമ്മൾ പിടിച്ചിരിക്കുന്നത്. മുത്തശ്ശി, ഇത് നിങ്ങൾ എനിക്ക് വെച്ചൊരു കെണിയായിരുന്നു അല്ലേ? ഏയ് അല്ലല്ല, ഞാൻ ഇന്ന് TV ന്യൂസിൽ കണ്ടു ഒരുപാട് എലികള് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന്. അതുകൊണ്ടാ ഞാൻ ഈ ട്രാപ്സ് ഒക്കെ ഇവിടെ വെച്ചത്. ലഡു സിംഗ് വരുമെന്ന് എനിക്കെങ്ങനെയാ മനസ്സിലാവുക? അല്ല, ഇതെല്ലാം എന്നെ കൊടുക്കാൻ വേണ്ടി മുത്തശ്ശി കാണിച്ച പണിയാണ്. നിങ്ങൾക്കറിയാം ഞാനിപ്പോ ഇങ്ങോട്ട് വരുമെന്ന്. മുത്തശ്ശി, എന്റെ മനസ്സിന് ഒരുപാട് വിഷമമുണ്ടോ.
നിങ്ങളെന്നെ പറഞ്ഞോളൂ, എലികളെ പിടിക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടെന്ന്. നഗരം മുഴുവൻ അവർ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നേ? നേരിട്ട് ശിവയോട് തന്നെ അങ്ങോട്ട് പറഞ്ഞേക്ക്. മുത്തശ്ശി, താങ്ക് യു. ഞാൻ ഇത് തന്നെ വിചാരിച്ചത്. നിങ്ങളും ഇപ്പോ അത് തന്നെ പറഞ്ഞതും. ശിവ, വന്നേ, നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. വന്നേ. എത്ര കൊണ്ടാലും പഠിക്കില്ല. എന്റെ ലഡു സിംഗ് സാറ്, നിങ്ങൾ വലിയ കമാൻഡർ ഓഫീസറായിട്ട് എങ്ങനെയാണ് ഈ എലികളെ പിടിക്കുന്ന ട്രാപ്പിൽ കുടുങ്ങിയത്? അതെ, എന്റെ കാര്യം പോട്ടെ, നമുക്ക് ആ എലികളെ എങ്ങനെ പിടിക്കണ്ടെന്നൊന്ന് ആലോചിക്കണം. സോറി ലഡു സിംഗ് സർ, മുത്തശ്ശിയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. യു ഡോണ്ട് വറി, അതൊന്നും കുഴപ്പമില്ലെന്നേ. ഞാനും മുത്തശ്ശിയും തമ്മിൽ ഇങ്ങനത്തെ വഴക്കൊക്കെ പതിവുള്ളതല്ലേ. ഈ എലികളുടെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ മുത്തശ്ശി എലികളെ കണ്ട ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ അവരെ പേടിപ്പിക്കാനായിട്ട് ഈ ചാവിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് എലികളെ അവരുടെ പുറകെ വിടുമായിരുന്നു. അവരത് കണ്ട് പേടിച്ചലറിക്കൊണ്ട് ഓടി മരത്തിലൊക്കെ ചാടി കയറുമായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. ആദി, നീ പ്രോബ്ലം സോൾവ് ചെയ്തല്ലോ. അല്ല, ഞാൻ അങ്ങനെ എന്താ ചെയ്തത്? ആദി, നിനക്കറിയാം നീ ഭയങ്കര മിടുക്കനാ. അതെ, ഞാൻ ഭയങ്കര മിടുക്കൻ തന്നെയാ. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് പറ. ആദി, ആ എലികളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എലികൾ ജ്വല്ലറി ഷോപ്പിലേക്ക് മാത്രമായിട്ട് എങ്ങനെ പോണേ? അതെ, അപ്പൊ എല്ലാ ജ്വല്ലറി ഷോപ്പിൽ നിന്നും ഓരോ ആഭരണങ്ങൾ വീതമാണ് കാണാതാവുന്നത്. അതുമല്ലാതെ എലികളെ ആർക്കും പിടിക്കാനും പറ്റുന്നില്ല, അത് ആരുടെ കണ്ണിൽ പെടുന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ എലികൾ മുഴുവനും റിമോട്ട് കൺട്രോൾ കൊണ്ടാണ് ഓടിക്കുന്നത്. അത് മനഃപൂർവ്വം ജ്വല്ലറി ഷോപ്പിലേക്കാണ് പറഞ്ഞയക്കുന്നതും. അതും ഓരോ കടയിൽ നിന്ന് ഓരോ ആഭരണം വീതം മോഷണം, ആർക്കും സംശയം തോന്നാതിരിക്കാൻ. അതെ രവ, നീ പറഞ്ഞത് എത്ര ശരിയാ. ഇനി എന്ത് ചെയ്യും ശിവ? ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഡ്യൂപ്ലിക്കേറ്റ് എലികൾ എവിടെ നിന്ന് വരുന്നു എന്നാണ്. ആരും പേടിക്കരുത്, എലികളുടെ അടുത്ത് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് ഈ ഞാനുണ്ടെന്നേ. ഇന്നത്തോടെ എലികളുടെ ശല്യം ഞാൻ തീർത്തിരിക്കും. ഡോണ്ട് വറി. ഇതിപ്പോ എന്റെ അടുത്തേക്ക് വന്നല്ലോ. നിന്നോർത്ത് കിടന്ന് ഡാൻസ് കളിക്കുന്നത്. ഡാൻസ് കളിക്കല്ലടോ, ആ എലി എന്റെ ഡ്രസ്സിനകത്ത് കേറിയിട്ടുണ്ട്. അതിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാൻ ഞാൻ നോക്കുകയാണ്. വേണറാം, എലി. എല്ലാവരും പല വഴിക്ക് പോകൂ. മോണിറ്ററിൽ കൂടി ഞാൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇൻഫോം ചെയ്യാം, കേട്ടല്ലോ. ഓടിക്കോ ഓടിക്കോ, എലി വരുന്നേ, എലി വരുന്നേ. കണ്ടുപിടിച്ചു. എല്ലാവരും നാഷണൽ ഹൈവേക്ക് അടുത്തേക്ക് വന്നേക്കൂ. ബ്ലാക്ക് കളർ കാർ, അത് നിങ്ങൾ ഫോളോ ചെയ്യൂ. ബോസേ, അത് കണ്ടോ? ഒരു ചെറുക്കൻ നമ്മുടെ പുറകെ സൈക്കിളിൽ ചവിട്ടി അതാ വന്നുകൊണ്ടിരിക്കുക. പിന്നെ എന്തായി നോക്കിക്കൊണ്ടിരിക്കണേ? ആ ചക്കര അവിടുന്ന് പറഞ്ഞയക്കാൻ നോക്ക്. ഇവിടെ ഒരു ഈച്ച പോലും ഇനി വരൂല്ല. ഞാൻ ഏത് സ്ഥലത്തും വരുന്നവനാണ്. നീ ഇവിടെ എത്തിപ്പോയാ? അവനെ ലേസർ ഉപയോഗിച്ച് കാച്ചിക്കളാ.
ഇവരെ എല്ലാവരും പിടിച്ചോളൂ, കൊണ്ടുപോയി ജയിലിലേക്ക് ഇടൂ. ഇവന്മാരെ ഞാൻ പിടിച്ചിടാൻ പോകുന്ന ജയിലിൽ എലികളുടെ ഒരു കൂടാരം തന്നെ ഉണ്ടാവും. ഇനി അഥവാ അവിടെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു കൂടാരം ഉണ്ടാക്കി എലികളെ കൊണ്ടുവന്ന് വിടും. എലികടി കൊണ്ട് ഇവര് ഡാൻസ് കളിക്കുന്നത് എനിക്കൊന്ന് കാണണം. നോക്കട്ടെ ഇവന്മാർ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുമെന്ന്. എന്നെ എലി ഒരുപാട് കടിച്ചിട്ടുണ്ട്. ഇനി കണ്ടോ നിങ്ങളെ എങ്ങനെ കടിക്കാൻ പോകുന്നതാന്ന്. കളിക്കാം ഡിസ്കോ ഡാൻസ്. The rat will make you dance. All dance. Watch India's largest kids library only on Jio Hotstar. Download the app now.